ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടെക് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കാണിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് എനിക്ക് വെറും 5 മിനിറ്റ് ഞാനൊരു സൈറ്റിൽ ചിലവഴിച്ചു. അതിൽ ലോഗിൻ ചെയ്തു, കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അപ്പോഴത്തേക്കും എനിക്ക് ലഭിച്ച മിൻട്രയുടെ 150 രൂപയുടെ വൗച്ചറാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെ നിങ്ങൾക്കും അതിലുണ്ടാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ആമസോണിലും അതുപോലെ ബുക്ക്മൈഷോയിലും അതുപോലെ യൂബറീറ്റ്സിലും ഒക്കെ ഇതുപോലെയുള്ള വൗച്ചറുകൾ പലതരത്തിലുള്ള 50-ൻ്റെയും 100-ൻ്റെയും 150-ൻ്റെയൊക്കെ വൗച്ചറുകൾ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നേടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ വെറും 5 മിനിറ്റ് ചിലവഴിച്ചപ്പോൾ എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഓക്കെ, ജെനുവൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഇതാണ് ആ സൈറ്റ് എന്ന് പറയുന്നത്, ടൈംസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റിൽ കാണുന്ന 3 വരയിൽ ക്ലിക്ക് ചെയ്ത് അതിൽ രജിസ്റ്റർ ബട്ടൺ കൊടുക്കുക. രജിസ്റ്റർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ടാബിലേക്ക് നമുക്ക് പോകും. അവിടെ നമുക്ക് ഫേസ്ബുക്ക് വെച്ചോ ഗൂഗിൾ വെച്ചോ ജിമെയിൽ വെച്ചോ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് അതിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏൺ ചെയ്യാനുള്ള പല വഴികളുണ്ട്. സിമ്പിളായിട്ടുള്ള കുറച്ച് ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാലും മതി. പക്ഷേ ഒരു ടാസ്കും ചെയ്യാതെ തന്നെ ആദ്യം നമുക്ക് മിൻട്രയിൽ നിന്നുള്ള വൗച്ചർ വാങ്ങിക്കാനും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ വൗച്ചറുകൾ വാങ്ങിക്കാനുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടും. അതിനായിട്ട് ചെയ്യാനുള്ളത് നമ്മളെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ചെയ്യാനുള്ള സിമ്പിളാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള മെനുവിൽ നമ്മളൊന്നുകൂടി പോവുക. അതിൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കംപ്ലീറ്റ് യുവർ ബേസിക് പ്രൊഫൈൽ എന്ന സംഭവത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുക്കുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് ലഭിക്കും. ആ പോയിൻ്റ് വെച്ച് തന്നെ നമുക്ക് കുറേ ഓഫറുകൾ നേടുവാൻ സാധിക്കും. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞൊക്കെ നമുക്ക് കുറേ നമ്മൾ വർക്ക് ചെയ്താൽ പോയിൻറ്റ്സ് എന്തെങ്കിലും ഒന്ന് റിഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റിഡീം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അടുത്ത് നമ്മൾ ജിമെയിൽ ID കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യണം. ജിമെയിൽ ഐഡിയിൽ ഒരു OTP പോകുന്നതാണ്. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി വെരിഫൈ ചെയ്യുവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് മൊബൈൽ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊബൈൽ നമ്പറിലും ഇതുപോലെ തന്നെ ഒരു OTP പോകുന്നതാണ്. ആ OTP നമ്മളിവിടെ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പറും വെരിഫൈ ആകുന്നതാണ്. ഓക്കെ, മൊബൈൽ നമ്പർ ഞാൻ വെരിഫൈ ചെയ്തു. ഇപ്പോൾ 15 പോയിന്റ് കിട്ടിയെന്ന് കാണിക്കുന്നു. റെഡീം ചെയ്യണമോ എന്ന് ചോദിക്കുന്നു. ഞാനിപ്പോൾ നോ ടാക്സ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആ പോയിൻറ്റ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനായിട്ട് ഒരു 1-2 മിനിറ്റിനകത്ത് ആവും. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് റീഫ്രഷ് ചെയ്തുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ പോയിൻറ്റ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ബുക്ക്മൈഷോയിൽ 2500 പോയിൻ്റ് ഉണ്ടെങ്കിൽ ബുക്ക്മൈഷോയിൽ 300 രൂപ കിട്ടും. 1200 പോയിൻ്റ് ഉണ്ടെങ്കിൽ ആമസോണിൽ 50 രൂപ കിട്ടും. അങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്നത് മിന്ത്രയുടെ ഗിഫ്റ്റ് കാർഡാണ്. വെറും 10 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ മിന്ത്രയിൽ 150 രൂപ ഓഫർ കിട്ടും. നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ റിഡീം എന്ന ബട്ടൺ ആക്റ്റീവ് ആയിട്ടില്ല. കാരണം നമ്മുടെ ആ കിട്ടിയ 15 പോയിൻറ്റ് ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടില്ല. 15 പോയിൻ്റ് അല്ല, ഒരു 120 പോയിൻ്റ് നമുക്ക് ഇപ്പോൾ ആക്റ്റീവായിട്ട് വരും. പെട്ടെന്ന് വരുന്നതാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി റീഫ്രഷ് ചെയ്തു. ഓക്കെ, നമ്മുടെ പോയിൻ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്നുകൂടി നമ്മുടെ ആ ഓഫർ സോണിലേക്ക് പോയി നോക്കാം. ഓഫർ ഏൺ ചെയ്യുവാനായിട്ട് ഏൺ എന്ന സംഭവം ക്ലിക്ക് ചെയ്യുക. ഹോം പേജിൽ ഏൺ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് പോയിൻ്റ് കളക്ട് ചെയ്യാനാണ്. നമ്മൾ ഓഫർ കളക്ട് ചെയ്യാനായിട്ട് റിഡീം ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ മിൻട്രയുടെ ഓഫർ സെലക്ട് ചെയ്യുക. താഴോട്ട് പോകുമ്പോൾ നമുക്ക് മിൻട്രയുടെ ഓഫർ കിട്ടുന്നതാണ്. അതിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എനിക്ക് 120 പോയിൻ്റ് വന്നിട്ടുണ്ട്. അതിൽ 10 പോയിൻ്റ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ബാക്കി 110 പോയിൻ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ നെയിം, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കണം. എന്നിട്ട് റിഡീം ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് കാണാനായിട്ട് സാധിക്കും 150 രൂപയുടെ ഒരു കോഡ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ആ കോഡ് ഞാൻ കോപ്പി ചെയ്തു. ഇത്രയേ ഉള്ളൂ. മിൻട്രയുടെ 150 വൗച്ചർ വെറും 5 മിനിറ്റിനകത്താണ് എനിക്ക് കിട്ടിയെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും.
ഇത് ഏറ്റവും ചെറിയ ഓഫറാണ്. ഇതുപോലെയുള്ള വലിയ ആമസോൺ പോലെയുള്ള സൈറ്റുകളുടെ ഗിഫ്റ്റ് കാർഡുകളൊക്കെ നമ്മൾ ലഭിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗിഫ്റ്റ് കാർഡുകൾ നേടാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഇവിടെ കുറേ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.